നിങ്ങൾ ശമ്പളക്കാരനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താവാണോ, അതുമല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട് ഉടമയാണോ എങ്കിൽ KYC സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ പുതിയ നിബന്ധനകൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇടപാട് നടത്താനാകാത്ത വിധം ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന വേളയിൽ അക്കൗണ്ട് ഉടമയുടെ പേര്, മേൽവിലാസം, തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതാണല്ലോ KYC എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ബാങ്കുകൾ ഈ വിവരങ്ങൾ ഒരു പ്രാവശ്യം ശേഖരിക്കുന്ന രീതിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതാത് കാലാവധികളിൽ ഈ വിവരങ്ങൾ പുനർശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് KYC എന്നാണ് പറയുന്നത്. ശമ്പളക്കാർ, സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ, ജൻധൻ അക്കൗണ്ട് ഉടമകൾ എന്നിവർക്ക് 8 മുതൽ 10 വർഷ കാലയളവുകളിൽ KYC നൽകിയാൽ മതിയാകും. എന്നാൽ ഈ കാലാവധി എത്തുന്നതിന് 3 മാസം മുൻപും KYC പുതുക്കിയില്ലെങ്കിൽ തുടർന്ന് 3 മാസം വരെയും ബാങ്ക് ഇടപാടുകാരെ ഇക്കാര്യം കത്തിലൂടെയും SMS-ലൂടെയും അറിയിച്ചുകൊണ്ടിരിക്കും. ഇടപാടുകാർക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ ബാങ്ക് ക്യാമ്പുകളും മറ്റും സംഘടിപ്പിച്ചിട്ടും KYC നടപടികൾ ഊർജിതമായി നടത്തണമെന്നാണ് RBI, അതായത് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോ KYC വഴിയും നമുക്കിത് ചെയ്യാൻ പറ്റും. നടപടികൾ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അക്കൗണ്ട് ഉടമയ്ക്ക് സ്വന്തം ബ്രാഞ്ചിൽ ചെല്ലണമെന്നും നിർബന്ധമൊന്നുമില്ല. ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ ചെന്ന് രേഖകൾ പുതുക്കാനാവുന്നതേ ഉള്ളൂ. വീഡിയോ KYC സൗകര്യമുള്ള ബാങ്കുകൾ ഇടപാടുകാർക്ക് നിർബന്ധമായിട്ടും വിവരങ്ങൾ വീഡിയോ അപ്ലോഡിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഉറപ്പാക്കണമെന്ന് റിസർവ് ബാങ്ക് പറയുന്നുണ്ട്. ഇനി ബാങ്കുകളുടെ ബിസിനസ് കറസ്പോണ്ടന്റുമാർ വഴിയും KYC പുതുക്കാനാവും. അത്തരം വേളയിൽ ഇടപാടുകാർക്ക് KYC പൂർത്തിയാക്കിയതിന്റെ രസീത് ഇവർ നൽകിയാൽ മതിയാകും. എന്നിരുന്നാലും ബാങ്കുകൾക്ക് KYC അപ്ഡേറ്റ് ചുമതല ഉറപ്പാക്കേണ്ടത് ആയിട്ടുണ്ട്. ഇടപാടുകാർക്ക് ആധാർ, OTP അധിഷ്ഠിത KYC, വീഡിയോ KYC, മൊബൈൽ ആപ്പ്, നെറ്റ് ബാങ്കിംഗ്, ATM, നേരിട്ട് ബാങ്ക് ശാഖ സന്ദർശിച്ച് ബിസിനസ് കറസ്പോണ്ടന്റ് വഴിയൊക്കെ KYC പുതുക്കാനാകും. വ്യാജ ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, സാമ്പത്തിക തട്ടിപ്പ് ഇവയൊക്കെ ഫലപ്രദമായിട്ട് തടയുന്നതിന് KYC കൃത്യമായി പുതുക്കേണ്ടത് അത്യാവശ്യമാണ്.